ഓക്കെ, നിങ്ങൾക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? വോയിസ് ആയിട്ടൊന്ന് റിപ്ലൈ തരണേ. ഓക്കെ ഓക്കെ, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പുകളിൽ നമ്മളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ഏറെക്കുറെ ആളുകളും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേര് സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ട് എന്ന് തോന്നുന്നു. അവര് കൃത്യമായിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഞാൻ നമ്മുടെ സ്ക്രീന് ഷെയർ ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? വോയിസ് ആയിട്ട് ആരെങ്കിലും ഒന്ന് റിപ്ലൈ തരണേ. ഓക്കെ ഓക്കെ, നമ്മുടെ അപ്ലിക്കേഷൻസ് നമ്മുടെ അപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ +2 ക്ലാസ് റൂം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് റൂമുകളൊക്കെ ഓപ്പൺ ആവുന്നതാണ്. ആർക്കെങ്കിലും നമ്മുടെ അപ്ലിക്കേഷൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ട് അറിയിക്കുക. നിങ്ങളുടെ ആ ഒരു പ്രോബ്ലംസ് വളരെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, നമ്മുടെ ആപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് റൂമുകൾ നമുക്ക് കാണാൻ പറ്റും. ബേസ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ്, മലയാളം, അറബി, ഹിന്ദി, സോഷ്യോളജി, ഹിസ്റ്ററി, ബിസിനസ്, പൊളിറ്റിക്സ്, അക്കൗണ്ടൻസി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഈ അക്കൗണ്ടൻസി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് എടുത്ത സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ ഇപ്പൊ ഞാൻ ബയോളജി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ ബയോളജിയിൽ കാണുന്നത് ടോട്ടൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ആണ്. 60% ചാപ്റ്റേഴ്സ് ആണ് ഇതിൽ നമ്മൾ ഇൻഡെക്സ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മൈ ക്യാമ്പസ് ആപ്പ് വഴി ഇൻഡെക്സ് കൊടുത്തിട്ടില്ല. അപ്പോ നിങ്ങൾക്ക് ഇൻഡെക്സ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, നമ്മുടെ ഇൻഡെക്സ് കിട്ടാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ നമ്മുടെ WA+2 എന്നുള്ള ആപ്ലിക്കേഷൻസ് കയറിയിട്ട് ക്ലാസ് റൂം ഓപ്പൺ ആക്കിയിട്ട് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഈ ഓരോ ക്ലാസ് റൂം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ടോട്ടലി ചാപ്റ്റേഴ്സ് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു TMA അസൈൻമെന്റ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടി വരും. ആ ഒരു TMA അസൈൻമെന്റിലോട്ട് ഒരു 40% ചാപ്റ്റേഴ്സ് മാറ്റിയിട്ടുണ്ട്. ബാക്കി വരുന്ന 60% ചാപ്റ്റേഴ്സ് മാത്രമാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിന്റെ ഇൻഡെക്സ് ഇവിടെ നിന്നാണ് കറക്റ്റ് കിട്ടുക. നിങ്ങൾക്ക് പലർക്കും ഗൈഡ് ബുക്സ് നമ്മൾ അയച്ചു തന്നിട്ടുണ്ട്. ഈ ഗൈഡ് ബുക്സ് നോക്കി കഴിഞ്ഞാൽ അതിൽ ടോട്ടലി ചാപ്റ്റേഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് അസൈൻമെന്റും കൂടെ എഴുതാൻ വേണ്ടി TMA അസൈൻമെന്റും കൂടെ എഴുതാൻ വേണ്ടിയിട്ടുള്ള സഹായിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതൊക്കെ നമ്പറാണോ ഉള്ളത് അതിന്റെ പേരും കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് ആ ഒരു ചാപ്റ്റേഴ്സും ആ ഒരു നമ്പറും കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന്റെ ക്ലാസ്സുകൾ മാത്രം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, അക്കൗണ്ടൻസി വീഡിയോ ക്ലാസ്സുകൾ നമ്മുടെ മൈ ക്യാമ്പസ് ആപ്പ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ആപ്പ് വഴിയാണ്. ആ ഒരു ആപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന വീഡിയോ ക്ലാസ്സുകൾ ടോട്ടലി ചാപ്റ്റേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ചാപ്റ്റേഴ്സ് മാത്രമാണ് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, ഞാൻ പുറകോട്ട് വരാം. നമ്മുടെ ടൈം ഷെഡ്യൂൾ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞതുണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ടൈം ഷെഡ്യൂൾ നമുക്ക് ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ 2025 ഏപ്രിൽ ബാച്ചിലാണ് എക്സാം എഴുതുന്നത്. താഴെ കാണുന്ന NIOS ഏപ്രിൽ ബാച്ച് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ടൈം ഷെഡ്യൂൾ ഉള്ളത്. ഓഗസ്റ്റിലാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഏകദേശം ഒരു 4 മന്ത് ആയി. നമ്മുടെ 4 മന്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് ഡിസംബർ, ജാനുവരി 2 മാസമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ ഒരു 2 മാസം ആരെങ്കിലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവര് ആപ്ലിക്കേഷൻസിന്റെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് അറിയിക്കുക. ഗൈഡ് ബുക്സ് കിട്ടാത്തതുണ്ടെങ്കിൽ അതും കൂടെ അറിയിക്കുക. നമ്മൾ സെക്കൻഡ് പേയ്മെന്റ് നൽകിയ ആളുകൾക്കൊക്കെ നമ്മൾ ഗൈഡ് ബുക്സ് നൽകിയിട്ടുണ്ട്. ഗൈഡ് ബുക്സ് കമ്പൾസറി ആണ്. അത് ഗൈഡ് ബുക്ക് നോക്കിയാൽ കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അതായത് നമ്മുടെ ഈ ആപ്പിലുള്ള വീഡിയോ, ഓഡിയോ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് ഓരോ ചാപ്റ്റേഴ്സും ഫുൾ കവർ ചെയ്തിട്ട് ടീച്ചേഴ്സ് സാധാരണ ക്ലാസ് എടുക്കുന്നത് പോലെയുള്ള ടീച്ചേഴ്സ് ക്ലാസ് എടുത്തതാണ്. ആ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഏരിയാസുകൾ ഏതൊക്കെയാണ്, അതുപോലെ ആ ഒരു ചാപ്റ്ററിന്റെ നോട്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ പ്രിന്റഡ് ഗൈഡ് ബുക്സിൽ ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ആപ്പിൽ അവൈലബിൾ ആയാലും നോട്ട്സിലും ഉള്ളത്.
ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ് എടുക്കുന്ന ആ ഒരു കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എങ്കിലും അതിന്റെ ബ്രീഫ് ആയിട്ടുള്ള വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തുടർന്ന് ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട്സ് ആണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പൊ പലരും പേഴ്സണലി കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, സാറേ നമ്മുടെ ക്ലാസിന്റെ അതും നോട്ടും സെപ്പറേറ്റ് ആണല്ലോ. അതായത് ക്ലാസ് വളരെ ഡിസ്ക്രൈബ് ചെയ്തെടുക്കുന്നതാണ്, അതിന്റെ ഏറ്റവും ബ്രീഫാണ്, വെരി ഇമ്പോർട്ടന്റ് ആയ നോട്ട്സ് ആണ് നമ്മുടെ ആപ്പിലെ നോട്ട്സും അതുപോലെ തന്നെ പ്രിന്റ് ചെയ്ത് നിങ്ങൾക്ക് എത്തിച്ചേരുന്ന ഗൈഡ് ബുക്സും. അപ്പൊ അത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ ബിസിനസ് അതുപോലെ അക്കൗണ്ടൻസി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇവകൾക്കൊക്കെ ഇംഗ്ലീഷിന്റെ ഗൈഡ് അവൈലബിൾ ആണ്. അതുപോലെ എല്ലാ സബ്ജക്റ്റിനും അവൈലബിൾ ആണ്. എസ്പെഷ്യലി ഇവർക്ക് ഇംഗ്ലീഷിന്റെ ഗൈഡും കൂടെ മിക്സ് ആക്കിയിട്ടുള്ളതായിരിക്കും. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് അതിന്റെ നോട്ട്സുകൾ നമ്മുടെ ആപ്പിൽ ഇല്ലാത്തത് കൊണ്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അക്കൗണ്ടൻസി നോട്ട്സ്, ബിസിനസ് നോട്ട്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ അത് പുതിയ ചേഞ്ചിങ് ഒക്കെ വരുത്തിയത് കൊണ്ട് തന്നെ പ്രിന്റഡ് നിങ്ങൾ കമ്പൽസറി ആയിട്ട് വാങ്ങേണ്ടതാണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി നമ്മുടെ NIOSന്റെ ബോർഡിൽ നിന്ന് അയച്ച് തന്നിട്ടുണ്ടാവും, പലർക്കും കിട്ടിയിട്ടുണ്ടാവും, ഒരു ചാക്കിലൊക്കെ വരുന്ന പോസ്റ്റ് ഓഫീസ് വഴി വന്നിട്ടുണ്ടാവും. ഓക്കെ, അത് നമ്മുടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്. അതിൽ നിന്ന് വെരി ഇമ്പോർട്ടന്റ് മാത്രം എടുത്തിട്ടുള്ളതാണ് നമ്മുടെ ക്ലാസ്സും അതുപോലെ തന്നെ നമ്മുടെ നോട്ട്സും. നിങ്ങൾക്ക് ക്ലാസിന്റെ ആ കറക്റ്റ് നോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും PDF ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ ഗൾഫ് കൺട്രീസിലുള്ള ആളുകൾ ഉണ്ടാവും, അവർക്ക് അതിന്റെ PDF ആവശ്യമാണെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്യുക, ഞാൻ അതിന്റെ കൃത്യമായിട്ടുള്ള PDF അയച്ചു തരാം. അതുപോലെ ഇവിടെ നാട്ടിലുള്ള ആളുകൾക്ക് നിങ്ങൾ പ്രിന്റഡ് നമ്മുടെ ബോർഡിൽ നിന്ന് NIOSന്റെ ബോർഡിൽ നിന്ന് പ്രിന്റഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ടാവും. ആ ഒരു ബുക്ക് ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾക്ക് മനസ്സിലാവും. അത് ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക, മലയാളം +2 അവൈലബിൾ അല്ല, സെക്കൻഡ് ലാംഗ്വേജ് മാത്രമേ ആ ഒരു ലാംഗ്വേജിൽ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ ഇംഗ്ലീഷിലായിരിക്കും. നമ്മൾ അയച്ചിരുന്ന പ്രിന്റഡ് ഗൈഡ് ബുക്സ് മലയാളത്തിലുള്ളതാണ്. ഇംഗ്ലീഷിലെ ആളുകൾക്ക് ഇംഗ്ലീഷും മലയാളത്തിലുള്ള ആളുകളും മലയാളത്തിലുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ 4 മാസം നമ്മുടെ ഏകദേശം കഴിഞ്ഞു. നമ്മൾ നേരത്തെ നൽകിയിരുന്ന ടൈം ഷെഡ്യൂൾ അനുസരിച്ച് ഇംഗ്ലീഷ് 3.5 ചാപ്റ്റർ ഒരു മന്തിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം ഓഗസ്റ്റിൽ. അതുപോലെ സെപ്റ്റംബറിലും 3.5, ഒക്ടോബറിലും 3.5, നവംബറിലും 3.5. അങ്ങനെ ജാനുവരി ആകുമ്പോഴേക്ക് 6 മന്ത് കംപ്ലീറ്റഡ് ആവും. 6 മന്ത് കംപ്ലീറ്റഡ് ആകുമ്പോഴേക്ക് നിങ്ങൾ 3.5 വെച്ച് ഇംഗ്ലീഷും, അറബി എടുത്ത ആളുകളാണെങ്കിൽ 2.5, മലയാളം ആണെങ്കിൽ 3 ചാപ്റ്റർ, ഹിസ്റ്ററി 3.5, പൊളിറ്റിക്സ് 3.6. ഇനി നിങ്ങൾ ആ ഇൻഡെക്സ് നോക്കിയിട്ട് എത്ര ചാപ്റ്റർ ആണോ ഉള്ളത്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അക്കൗണ്ടൻസി, ബിസിനസ് ഒക്കെ എത്ര ചാപ്റ്റേഴ്സ് ആണോ ആ ഒരു ഇൻഡെക്സിൽ ഉള്ളത്, നമ്മുടെ WA+2 ആപ്പ് ഓപ്പൺ ചെയ്ത് ക്ലാസ് റൂം ഓപ്പൺ ആയി വരുമ്പോൾ ആ ഒരു സബ്ജക്റ്റിന്റെ ഇൻഡെക്സിൽ ക്ലാസ് റൂമിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്, എത്ര ചാപ്റ്റേഴ്സ് ആണുള്ളത്, വളരെ കുറഞ്ഞ 22 ചാപ്റ്റേഴ്സ് ഒക്കെ ഒരു സബ്ജക്റ്റിൽ വരുന്നുള്ളൂ. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇവിടുന്നുള്ള ഒരു 2.5 മാസം ഏകദേശം ഒരു 2 മന്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാവും. അതിനനുസരിച്ച് കംപ്ലീറ്റ് ചെയ്തവരുണ്ടാവും, അവർ ഈ ബാലൻസുള്ള ചാപ്റ്റേഴ്സ് ഡിവൈഡ് ചെയ്താൽ മതി. ഈ ഒരു ജാനുവരി ലാസ്റ്റ് ആകുമ്പോഴേക്ക് നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കമ്പൽസറി ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. രണ്ടാമതൊരു കാര്യം, ഫെബ്രുവരി മന്ത് നമ്മൾ 7 മന്ത് ആണ്, 6th മന്ത് കഴിഞ്ഞ് 7th മന്ത് ആണ് ഫെബ്രുവരി. അതിൽ റിവിഷനും ഏതെങ്കിലും ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനും, അതുപോലെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ആ ക്ലാസ് റൂമിൽ അവൈലബിൾ ആണ്, ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുള്ള ഒരു മന്താണ് ഫെബ്രുവരി. മാർച്ചിലാണ് നമ്മുടെ മോഡൽ എക്സാം, ഓൺലൈനായിട്ട് നമ്മുടെ അക്കാഡമി നടത്തുന്ന മോഡൽ എക്സാം മാർച്ചിലാണ്. ആ ഒരു എക്സാം നിങ്ങൾ കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് മാത്രമാണ് നമ്മൾ പബ്ലിക് എക്സാം എഴുതാൻ വേണ്ടി അവസരം കൊടുക്കുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഏകദേശം ഡിസംബർ 15 ഒക്കെ ആകുമ്പോഴേക്ക് TMA അസൈൻമെന്റ് എഴുതേണ്ടി വരും. അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് നൽകും, ക്വസ്റ്റ്യൻസ് നൽകും. ആ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതിന്റെ ആൻസറുകൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ, ഗൈഡ് ബുക്കിൽ നോക്കിയിട്ട് കൃത്യമായിട്ട് A4 ഷീറ്റ് വാങ്ങിയിട്ട് എഴുതിയിട്ട് നമ്മുടെ വാട്സപ്പിൽ അയച്ചു തരാണ് വേണ്ടത്. PDF ആക്കിയിട്ട് അയച്ചു തരാണ് വേണ്ടത്. 5 MB കുറച്ചിട്ട് നിങ്ങളാക്കിയിട്ട് നമ്മുടെ വാട്സപ്പ് ത്രൂ അയച്ചു തരാണ് വേണ്ടത്. അതിന്റെ ഡീറ്റെയിൽസ് ആ ഒരു ടൈമിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നൽകും. ശ്രദ്ധിക്കുക, ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതാണ്ട്, എല്ലാ സബ്ജക്റ്റിനും അസൈൻമെന്റ് എഴുതാണ്ട് ആ അസൈൻമെന്റ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഫെബ്രുവരി 15 ഒക്കെ ആകുമ്പോഴേക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഇത്തരം സ്റ്റുഡൻസിന് അവരുടെ പ്രാക്ടിക്കൽ എക്സാം, പബ്ലിക് പ്രാക്ടിക്കൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും.
അതിന്റെ മുമ്പ് അവരുടെ PCP ക്ലാസ് എന്ന് പറയും, പേഴ്സണൽ കോണ്ടാക്ട് ക്ലാസ്സുകൾ അതിന്റെ മുമ്പ് നടത്തും. ഏകദേശം ഒരു 1 month ബിഫോർ ആയിരിക്കും, ഒരു ജാനുവരി ആ ടൈമിൽ നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് അറിയിക്കും. അപ്പോൾ നിങ്ങൾ അതും കൂടെ ശ്രദ്ധിക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ മാത്തമാറ്റിക്സ് എടുത്ത സ്റ്റുഡൻസ് ആ ഒരു ടൈമിൽ കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു നമ്മൾ പറയുന്ന ആ ഒരു ഹോൾ ടിക്കറ്റ് ഒക്കെ ഉണ്ടാവും, അത് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരും. അതെടുത്ത് നിങ്ങളുടെ സെന്ററിൽ പോയിട്ട് അവിടെ നിന്നുള്ള 5 days ആണ് ഒരു സബ്ജക്റ്റ് ഉണ്ടാവാറുള്ളത്. ചിലപ്പോൾ 2 days ഒക്കെ ഉണ്ടാവാറുള്ളത്, ചില സൺഡേസ് നടത്താറില്ല. എനിവേ നിങ്ങൾക്ക് അതിൽ പോയി ഇരുന്ന് അറ്റൻഡ് ചെയ്ത് അവിടുന്ന് റെക്കോർഡ് ബുക്ക് തയ്യാറാക്കാൻ വേണ്ടി ആ ഒരു സബ്ജക്റ്റ് തരും. ആ ഒരു സബ്ജക്റ്റിൽ ഒരു 7 ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും. ആ ഒരു ആക്ടിവിറ്റീസ് അതിന്റെ ക്വസ്റ്റ്യൻസ് എഴുതി നിങ്ങൾ റെക്കോർഡ് ബുക്ക് വാങ്ങി അതിൽ എഴുതി കൊണ്ടുപോവേണ്ടതാണ്. കൊണ്ടുപോയി അവിടെ സബ്മിറ്റ് ചെയ്യണം. പ്രാക്ടിക്കൽ എക്സാം എന്നാണോ അവർ അറിയിക്കുന്ന ആ ഒരു ടൈമിൽ കൃത്യമായിട്ട് അവിടെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണം. പ്രാക്ടിക്കൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റെക്കോർഡ് ബുക്ക് ഒരു 7 ആക്ടിവിറ്റീസ് വരുന്ന ഒരു ആക്ടിവിറ്റീസ് എടുത്തിട്ട് റെക്കോർഡ് ബുക്ക് തയ്യാറാക്കി ആ റെക്കോർഡ് ബുക്കിൽ എഴുതി നിങ്ങൾ അവിടെ അതും കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു 2-3 ആക്ടിവിറ്റീസ് അവിടെ റിട്ടൺ എക്സാം ഉണ്ടാവും, എഴുതുന്ന എക്സാം ഉണ്ടാവും. ആ ഒരു എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഷുവർ ആയിട്ട് നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിന് 50% മാർക്ക്, ഇത് അറ്റൻഡ് ചെയ്താൽ തന്നെ റെക്കോർഡ് ബുക്ക് തയ്യാറാക്കി ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്താൽ തന്നെ 50% മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇത് +2 സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഇതിന് കമ്പൽസറി ആണ്. ആ ഒരു ടൈമിൽ ഡിസംബർ ആ ഒരു ടൈമിൽ നമ്മൾ അറിയിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ ഒരു ടൈം ഷെഡ്യൂൾ അനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങൾ ചാപ്റ്റേഴ്സുകൾ, ഇനിയുള്ള ചാപ്റ്റേഴ്സുകൾ എത്രയാണോ പഠിക്കാനുള്ളത് അത് കംപ്ലീറ്റ് ചെയ്യുക. ബേസിക് ഇംഗ്ലീഷിന്റെ ക്ലാസ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ബേസിക് ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷിന്റെ ചാപ്റ്റേഴ്സിന്റെ കൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ബേസിക് ഇംഗ്ലീഷിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ നമ്മുടെ ചാപ്റ്റേഴ്സിന്റെ പുറത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ എക്സാമിന് വരും. ഇപ്പോൾ 2 സെന്റൻസുകൾ കമ്പൈൻ ചെയ്യാനും അതുപോലെ തന്നെ റിപ്പോർട്ട് സ്പീച്ച്, ഡയറക്റ്റ് സ്പീച്ച്, ലെറ്റർ എഴുതാൻ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് എഴുതി തയ്യാറാക്കുക, അതുപോലെ പാരഗ്രാഫ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, 2 സെന്റൻസുകൾ എങ്ങനെ തമ്മിൽ ജോയിൻ ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ബേസിക് ഇംഗ്ലീഷ് ക്ലാസ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിലേക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ആ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് എക്സാം അത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് കാണുന്ന ബേസിക് ഇംഗ്ലീഷ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4, ക്ലാസ് 3 വരെ ബേസിക് ഇംഗ്ലീഷ് ആണ്. അതായത് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസിന്റെ ഒരു ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതുവരെ വോയിസും അതുപോലെ തന്നെ അത് കേൾക്കുന്ന കൂടെ തന്നെ നിങ്ങൾക്ക് ഇത് നോട്ട്സും കൂടെ റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതിന്റെ തൊട്ട് താഴെ ക്ലാസ് 4 ഇമ്പോർട്ടന്റ് ഏരിയാസ് ഇൻ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിലെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന്റെ പുറത്ത് നിന്ന് വരുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ക്ലാസ് 4 ഇത് നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ കണ്ട് നോട്ട് ബുക്ക് എടുത്ത് എഴുതിയിട്ട് തന്നെ പഠിക്കണം. കമ്പൈൻ 2 സെന്റൻസ് ഉണ്ട്, ഇംഗ്ലീഷ് ടെൻസുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ന്യൂ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ഉണ്ട്. ഇവിടെ 2 വീഡിയോ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഇത് ന്യൂ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണോ വരുന്നത്, ഇപ്പൊ നമുക്കുള്ള ഈ ഒരു ന്യൂ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് വരുന്നത് അതിന്റെ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. അതിലെങ്ങനെ ക്വസ്റ്റ്യൻസ് വായിക്കുന്നുണ്ട്, അതിന്റെ അർത്ഥങ്ങൾ പറയുന്നുണ്ട്, അതുപോലെ തന്നെ അതിന്റെ ആൻസർ എങ്ങനെ എഴുതണം എന്നൊക്കെ കൃത്യമായിട്ട് A to Z വരെ പറയുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെ 2022 ഒക്ടോബർ ബാച്ച് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ഇതുപോലെ ചെയ്തതാണ്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ അതും കൂടെ കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ 2 ഇവിടെ 2022 ഏപ്രിൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് റിവ്യൂ ചെയ്യുന്നത്. ഈ 3 നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. ഇതിന്റെ മുമ്പ് വന്നിട്ടുള്ള ഈ ഒരു വീഡിയോസുകൾ നിങ്ങൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചോദിക്കാം. നമ്മൾ ഓരോന്നിന്റെ കൃത്യ ടൈമിൽ നിങ്ങൾ അറിയിക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം. എക്സാം ഫീ അടക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു ജാനുവരി ആ ഒരു ടൈമിലാണ് വരുന്നത്. ഡിസംബർ ആകുമ്പോൾ നിങ്ങൾക്ക് PCP കോണ്ടാക്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യൽ, എക്സാം ഫീ അടക്കൽ, അതുപോലെ തന്നെ നമ്മുടെ TMA അസൈൻമെന്റ് എഴുതൽ, ഈ 3 കാര്യങ്ങളും നിങ്ങൾ ഡിസംബർ മന്തിൽ നമ്മൾ അറിയിക്കുമ്പോൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഡൗട്ടുകൾ ഇല്ലാത്ത ആളുകൾക്ക് ലെഫ്റ്റ് അടിച്ച് പോകാവുന്നതാണ്. പേരെന്താ? നിഷാദ്.
ഏതായാലും ഗൈഡ് ബുക്ക് നമ്മുടെ ഷർഫുദ്ദീൻ സാറ് അണ്ടറിലുള്ളതാണോ? സക്സസ് അക്കാഡമി. അതെ അതെ, നിങ്ങൾ സാറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ചെറിയൊരു പേയ്മെന്റ് ഉണ്ട്, അടച്ചു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഡൗട്ടുകൾ ഇല്ലാത്ത ആളുകൾക്ക് ലെഫ്റ്റ് അടിച്ച് പോവാം. ഡൗട്ടുകൾ ഇല്ല ആളുകൾക്ക് ഇവിടെ നസീല അല്ലേ ഇതുള്ളത്? ഹലോ, നസീൽ. ആ, ഓക്കെ ഓക്കെ ഓക്കെ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, അല്ലാത്തവർക്ക് ലെഫ്റ്റ് അടിച്ച് പോവാം. അബ്ദുള്ള ഉസ്താദ്, കേൾക്കാൻ പറ്റുന്നുണ്ടോ?